ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി കപ്പ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഏകദേശം 2 കിലോ കപ്പ അവിടെ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട പാൽക്കപ്പയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു നേരിയ കയ്പ്പ് പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളത്തിലൊന്ന് 3/4 വേവിലൊന്ന് വേവിച്ച ശേഷം വെള്ളം വാർന്ന് കളഞ്ഞതാണ്. ഇതിലോട്ട് 2-ാം പാല്, അരമുറി തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. നല്ല വെള്ള നിറത്തിലിരിക്കുന്ന ഒരു കപ്പയാണ്. ഇനി നമുക്കിതിലോട്ട് എരിവിനായിട്ട് രുചിക്കായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 10-12 ചെറിയ ഉള്ളി, കാന്താരിമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2-3 കഷ്ണം ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2-ാം പാലും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് കുറുകിയ 1-ാം പാല് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ. എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഉടച്ച് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒന്ന് കടുക് വറുത്ത് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി അരിഞ്ഞ് ചേർക്കാം. അപ്പം ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി നമ്മൾ ധാരാളം അതിൽ മുമ്പേ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പോൾ കപ്പയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. നല്ല ഒരു എരിവ് കുറഞ്ഞ നല്ല ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. നല്ല മുളകിട്ട മീൻ കറിയുടെ കൂടെ നല്ല എരിവുള്ള മീറ്റ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ഒന്നാം തരമാണ്. കുട്ടികൾക്ക് പോലും കോരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.